ദിനം ദിനം വാഴ്ത്തി ഞാൻ പാടും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. രൂത്തിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് യഹോവയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കുന്നു, അതിനാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. നവോമിയുടെ വിചാരം മുഴുവൻ ഇപ്പോൾ മരുമക്കളെ കുറിച്ചാണ്. നിങ്ങളെ വിചാരിച്ചെന്നാണ് നാം വായിക്കുന്നത്. എൻ്റെ ജീവിതമോ അത് അവസാനിച്ചു, ഇനി നിങ്ങളെങ്കിലും സന്തോഷമായി ജീവിക്കൂ, നിങ്ങൾക്ക് അധികം പ്രായമായിട്ടില്ലല്ലോ എന്നാണ് അതിൻ്റെ ആശയം. എന്നോട് കൂടെ ബേത്ലഹേമിൽ വന്നാൽ ഞാൻ എൻ്റെ മക്കൾക്ക് മോവാബ് പെൺകുട്ടികളെ എടുത്തതുപോലെ അവരാരും ചെയ്യുകയില്ല. കാരണം ഇസ്രായേലിയർക്ക് അത് വെറുപ്പാണ്, അത് ദൈവകൽപ്പനയ്ക്ക് എതിരുമാണ്. അതുകൊണ്ട് എന്നോട് കൂടെ പോരേണ്ട. നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് പറയേണ്ടതിനാണ് ഞാനിതൊക്കെ പറയുന്നത്. പ്രിയമുള്ളവരെ, സ്വന്തം മക്കൾക്ക് നല്ലത് പറയണം എന്ന ആഗ്രഹം വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ നല്ലത് എന്ന് നാം വിചാരിക്കുന്ന എല്ലാം നല്ലതായി കൊള്ളണം എന്നില്ല. നല്ലതായി തോന്നിക്കുന്ന പലതും നല്ലതല്ലായിരുന്നു എന്ന് പിന്നീട് അനുഭവം തെളിയിച്ചിട്ടുണ്ട്. ന്യായാധിപന്മാർ 9:13 നാം വായിച്ചു നോക്കൂ. മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എൻ്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. അബീമേലെക്കിനെ രാജാവാക്കിയതിനു ശേഷം യോഥാം പറയുന്ന വാക്കുകളാണിവ. ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്നതാണ് വീഞ്ഞ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭോജനയാഗത്തിനോട് ചേർന്ന് വരുന്ന പാനീയയാഗത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നോക്കുക. സംഖ്യ 15:7-10 വാക്യങ്ങൾ നാം ശ്രദ്ധിച്ചാൽ, അതിൻ്റെ പാനീയയാഗമായി അരഹീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായിട്ട് അർപ്പിക്കണം എന്നാണ് നാം വായിക്കുന്നത്. ഉൽപ്പത്തി 8:21 നാം വായിക്കുന്നു, യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു. യഹോവയുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവയായിരുന്നു അത്. എന്നാൽ ഈ സാധനം മനുഷ്യനെ സന്തോഷിപ്പിക്കുന്നത് ഇന്ദ്രിയ വിഷയമായിട്ടാണ്, ആത്മാവിനോട് ബന്ധപ്പെട്ട സന്തോഷമല്ല അത്. കനാൻ ദേശം ഒറ്റുനോക്കുവാൻ പോയവർ മുന്തിരിക്കുലകളാണ് കൊണ്ടുവന്നത്, അതിലാണ് അവന്റെ നോട്ടം. എന്നാൽ ദൈവത്തിനായി ജീവിക്കുന്നവരെ കുറിച്ച് ദൈവം പറയുന്നത് നോക്കുക. സംഖ്യ 6:2 ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷവിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കുകയാണ്. നാസീർ വ്രതക്കാരനെ കുറിച്ചാണ് ഈ പരാമർശം. ശിംശോൻ, ശാമുവേൽ, യോഹന്നാൻ സ്നാപകൻ എന്നിവരെ കുറിച്ചൊക്കെ നാം ഈ നിലയിൽ വായിക്കുന്നുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവിതം മുഴുവനുമുള്ള ഒരു സമർപ്പണമാണ് യേശുവിനെ കർത്താവായി ഏറ്റുപറയുമ്പോൾ നാം എടുക്കുന്നത്. നാസിർ വ്രതം പോലെ കേവലം ചില നാളുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല അത്. യഹോവയ്ക്ക് അല്ലെങ്കിൽ കർത്താവിന് സമർപ്പിക്കുമ്പോൾ നല്ലതെന്ന് നമുക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഉപേക്ഷിക്കണമെന്ന് തന്നെയാണ് ദൈവത്തിന്റെ കൽപ്പന. അക്കാര്യങ്ങൾ നല്ലതല്ലാഞ്ഞിട്ടല്ല, അതിൽ തന്നെ പലതും നല്ലത് തന്നെയാണ്. പക്ഷേ കർത്താവിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ഏറ്റുപറഞ്ഞപ്പോൾ നല്ലത് എന്ന് പറയുന്ന പലതും ഉപേക്ഷിക്കേണ്ടതായി തന്നെ വരും. നാം നല്ലതെന്ന് കരുതി, ഉപയോഗപ്രദമെന്ന് കരുതി ചെയ്യുന്നതും മറ്റുള്ളവരോട് പറയുന്നതുമായ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടവയാണോ എന്ന് ദൈവവചനാടിസ്ഥാനത്തിൽ പരിശോധിക്കുവാൻ ദൈവം നമ്മെ വിശേഷാൽ സഹായിക്കട്ടെ. മക്കൾ അവിവാഹിതരായിരിക്കുന്നത് നല്ലതല്ല എന്ന ചിന്തയിൽ എന്തും ചെയ്യുവാൻ തിരുവെഴുത്ത് നമ്മെ അനുവദിക്കുന്നില്ല. മോവാബിൽ നിന്നെങ്കിൽ മോവാബിൽ നിന്ന്, നോ, അങ്ങനെ ഒരു പ്രമാണം ദൈവത്തിനില്ല. വർജിക്കേണ്ടത് വർജിക്കുക തന്നെ വേണം. അതിന്
വ്യസനിക്കേണ്ട കാര്യമില്ല. അതിൽ അവരെക്കുറിച്ച് വ്യസനിക്കുന്നു എന്ന് വിചാരിക്കേണ്ടതില്ല. നിങ്ങളെ വിചാരിച്ച് എന്നല്ല പറയേണ്ടത്, ദൈവത്തെ വിചാരിച്ച് എന്ന് പറയുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ. നിങ്ങളെ വിചാരിച്ചാൽ പലതും നല്ലതായി തോന്നും, പക്ഷേ ദൈവത്തെ വിചാരിക്കുമ്പോൾ പലതും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. അവരെക്കുറിച്ച് പിന്നീട് വ്യസനിക്കാതിരിക്കുവാൻ ഇപ്പോൾ അവർക്ക് വേണ്ടി കരയുകയാണ് ആവശ്യം. അവർ മോവാബിലേക്ക് ഇറങ്ങിപ്പോകുവാൻ ഇടവരല്ലേ എന്ന് അവർക്ക് വേണ്ടി കരയാം, അഥവാ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കാം. കർത്താവ് പറഞ്ഞു, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ. പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ച് വ്യസനിക്കുന്നു എന്ന് പറയുവാനായിട്ട് ഇടവരാതിരിക്കേണ്ടതിന് നാം ആയിട്ട് നമ്മുടെ മക്കളെ മോവാബിലേക്ക് പറഞ്ഞു വിടാതിരിക്കുവാൻ ആവോളം ശ്രമിക്കാം. അതിനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആശയിച്ഛയൊക്കവേ അടക്കിയോടുകിൽ ആശ വച്ച പന്തയപ്പൊരുൾ ലഭിച്ചിടും. ഭാരം